വഹാബിയത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരും ഉന്നതന്മാരും മുഴുവനും എന്നെ വിമർശിക്കുകയും ഒരു വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ ഭാഷയിൽ വന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അബദ്ധങ്ങൾ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. ഈ കഴിഞ്ഞ അങ്ങനെ വലിയ വലിയ ഉന്നതന്മാരായ സുന്നി നേതാക്കന്മാർ പലരും എന്നെ ആക്ഷേപിച്ചു. ഭയങ്കര മോശമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശംസുലമ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തോളിൽ ശംസുലമ പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തി. അതൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും കിട്ടും. ഞാൻ എൻ്റെ പിന്നാലെ ഓടല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട വ്യക്തി പൊന്നാനിയിൽ മത്സരിച്ചു. അപ്പോൾ സുന്നി നേതാക്കന്മാരിൽപ്പെട്ട പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് നേരാ, അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞേ അത് കഴിഞ്ഞു. ഞാൻ പറയില്ല, എനിക്ക് അയാളെ തോൽപ്പിക്കണമെന്ന് ലക്ഷ്യം ഇല്ല. തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കാൻ എൻ്റെ ലക്ഷ്യമില്ല. എൻ്റെ ലക്ഷ്യം ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ്. ഈ പറയുന്ന നേതാക്കന്മാർ ഇത് വലിയ ലക്ഷ്യം പല വട്ടം എൻ്റെ അടുത്ത് വന്നു മാത്രമല്ല, എത്ര വട്ടമാണ് ഇവൻ എനിക്ക് ഫോൺ ചെയ്ത് എനിക്ക് കയ്യും കണക്കുമില്ല. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയൂ. എന്നവരുടെ ലക്ഷ്യം, ഇവരുടെ ലക്ഷ്യം ദീനല്ല, ജനങ്ങളെ നിസ്സാരപ്പെടുത്തൽ മാത്രം. ഞാനൊരു വാക്ക് മിണ്ടിയില്ല. എന്തുകൊണ്ട്? അയാൾ പാർലമെന്റിൽ പോകുന്ന എനിക്ക് എന്താ നഷ്ടം? ഇനിയിപ്പോൾ വലിയ വലിയ മൗലിക തോന്നണ സുന്നി പോയാലും അതിനല്ലേ ചെയ്യാറുള്ളൂ. സുന്നിക്ക് പാർലമെന്റിൽ പോയി മൗലിക തോന്നാണ്ടോ? അപ്പൊ എന്തവരെ ലക്ഷ്യം? നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലൊന്നും ഹൈറില്ല. എല്ലാവരുടെ ലക്ഷ്യം സ്വതാല്പര്യങ്ങളാണ്. അള്ളാഹു നമ്മൾക്ക് അത് രക്ഷിക്കട്ടെ. കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് സത്യമാണ്. നട്ടപ്പാതിലൊക്കെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. നിങ്ങൾ അയാൾക്കെതിരെ പ്രസംഗിക്കണം. എന്തുകൊണ്ട്? അയാളെ തോൽപ്പിക്കൽ, അയാളോ ഞാൻ എനിക്കെന്താ കാര്യം? റഹ്മത്തുള്ള കാസ്മിയുടെ ഈ പ്രഭാഷണം ഇന്നലെ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളോ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവരോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഒന്നും വ്യത്യസ്തമായിട്ടുള്ള കോണുകളിൽ നിന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മനസ്സിനകത്ത് വിദ്വേഷമുള്ള ഒരാളോട്, അതല്ലെങ്കിൽ ഞങ്ങൾ തോൽപ്പിക്കണമെന്ന് മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് നേരത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തെ പോയി സമീപിച്ചിട്ട് അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെട്ട് നട്ടപ്പാതിരക്ക് ചെന്ന് നട്ടപ്പാതിരക്ക് ഫോണുകൾ വിളിച്ചു ആ മനുഷ്യനെതിരായിട്ട് നിങ്ങൾ വന്ന് പ്രസംഗിക്കണം, അത് ഗുണമുണ്ടാകുമെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പുതിയ വിഭാഗം ആളുകളുണ്ട് എന്ന് പറയുന്നതിലാണ് നമ്മളൊക്കെ അതീവ ഗൗരവകരമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തെയും മതസംഘടനകളെയും ഒക്കെ കാണേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണെങ്കിൽ പൊന്നാനി തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഹിഡൻ അജണ്ട പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് പ്രത്യക്ഷത്തിലുമുണ്ടായിരുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ അത് ചെയ്ത ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു അജണ്ട മനസ്സിൽ വെച്ചവർക്ക് മുമ്പിൽ അവരാകെ ആഗ്രഹിച്ചൊരു കാര്യം മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുന്നതോടുകൂടി പാണക്കാട്ട് തങ്ങന്മാരുടെ ഈ ഒരു നിലവാരം തകർക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഇവരുടെ മനസ്സിൽ ആകെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതിനാരെ തോൽപ്പിക്കുക, എപ്പോൾ തോൽപ്പിക്കുക എന്നൊന്നുമല്ല. തോൽപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും ഈ അഭിമാനം ഒന്ന് കളയണം, അതിലൊന്ന് ആസ്വദിക്കണം, അതൊന്ന് ആസ്വദിച്ച് കാണണം. അതിനു വേണ്ടിയിട്ട് രാവിൻ്റെ ഇരുട്ടിൽ എത്ര പേരാണ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം വെളിച്ചത്ത് വരുമെന്നുള്ളതും ആരുടെയെങ്കിലുമൊക്കെ നാവിലൂടെ അത് കേൾക്കുമെന്നുള്ളതൊക്കെ നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ കാസിമി അത് പറയുമ്പം അദ്ദേഹം തന്നെ പറയുന്നൊരു വാക്കുണ്ട്, എന്നോടിത് വന്നിട്ട്
നിങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ മിണ്ടില്ല. കാരണം എൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല. കാസിം പറഞ്ഞതിന് കാസിമി അന്നത്തെ ഒരു സമയത്ത് പറഞ്ഞതിൽ കാസിമി ഉദ്ദേശിച്ചൊരു കാര്യം ഉണ്ടാവും. പക്ഷെ ഇന്ന് കാസിമിനെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വന്നിട്ട് പ്രസംഗിക്കണമെന്ന് പറയുന്നവർക്ക് മറ്റൊരു ഉദ്ദേശമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വാക്കതിൽ ഇനി മിണ്ടാനില്ല, ഈ സമയത്ത് പ്രത്യേകിച്ചും പറയാനില്ല. കാരണം ഇതൊരു പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിനകത്ത് പോയിട്ട് പറയേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പ്രതിനിധി ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെയും ഈ സമുദായത്തിൻ്റെ അവകാശങ്ങളെയും ഒക്കെ പറയാനുള്ള ഒരു പ്രതിനിധിനെ പറഞ്ഞേക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാനില്ല എന്ന് കാസിമി പറയുന്നു. ഇനി അതിൻ്റെ തിരിച്ചൊരു വേർഷങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ വിദ്വേഷം മനസ്സിൽ വെച്ച് ചെന്ന് പറയുക, അതേ വികാരം അന്ന് കാസിമിയും പറയുക. പൊന്നാനിയിൽ ഏതെങ്കിലും കുറച്ച് സ്ഥലത്തൊക്കെ ഏറ്റവും വലിയ പ്രഭാഷണം നടത്തിയിട്ട് ഈ സമദാനി സാഹിബിനെതിരായിട്ട് ഏറ്റവും വലിയ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇത് പറയിപ്പിക്കുന്നവരുടെ ആസ്വാദനം എന്തായിരിക്കും? അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു സുഖം ഉണ്ടാവുമല്ലോ. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതെന്തായിരിക്കും? അത്രമേൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കില്ല, രാഷ്ട്രീയം നമ്മൾ അങ്ങനെ പറയുന്നില്ല, രാഷ്ട്രീയം നമ്മുടെ ഭാഗമല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്ര ഹിഡൻ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചു എന്നറിയുമ്പം എത്ര നാണക്കേടാണ് ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. പൊന്നാനിയിൽ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ചില ആളുകളടുത്തൊക്കെ ചെല്ലുകയും പ്രഭാഷണം നടത്തുകയും നിങ്ങളൊന്ന് ശക്തമായി പറയുകയും ഒക്കെ പറയണമെന്ന് പറയുന്നവരുടെ മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ നമുക്കൊരുപാട് വൈകിപ്പോവും. നട്ടപ്പാതിര നേരത്ത് വന്ന് ഇരുട്ടിൻ്റെ മറവിൽ നമ്മളെ വഞ്ചിക്കുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പറയാനുള്ളതാണെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവരാണ് വിശ്വാസികൾ. നട്ടപ്പാതിരക്കും ഇരുട്ടിൻ്റെ മറവിലും ചെയ്യുന്നവരെ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം. അതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.